സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ദില്ലി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അല്പം ചിന്തിക്കാം. കഴിഞ്ഞ 27 വർഷമായി ഭരണത്തിൽ നിന്ന് BJPയെ മാറ്റി നിർത്തിയ ഒരു സംഭവമുണ്ട്. അതിനുശേഷം അധികാരത്തിൽ വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ അവിടെ നടന്ന അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുകയും പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായി മാറുകയും ചെയ്തു. ദില്ലിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച ഭൂരിപക്ഷം നേടി ദില്ലിയിൽ ജനസമ്മതനായി തീരുകയും ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ആം ആദ്മി പാർട്ടിയെ ദില്ലിയിലെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിരവധി തവണ അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു വലിയ ഭരണ അരക്ഷിതാവസ്ഥ തന്നെ അവിടെ ആ ഗവർണർക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു. ഇതെല്ലാം കേന്ദ്ര BJP ഭരണത്തിൻ്റെ ഒത്താശയോടുകൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വലിയ വിലപ്പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രിയെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു അവർ ഒരു 1.5 വർഷം. ഏറ്റവും അവസാനം കെജ്രിവാളിനെയും അതിനു മുമ്പ് സിസോദിയയെയും അവർ ജയിലിലടച്ചു. ED കൊണ്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിച്ചു. നിരന്തരമായ അന്വേഷണം. കെജ്രിവാളിൻ്റെ പ്രായമേറിയ അച്ഛനെ വരെ നിരവധി തവണ ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP ആയിരുന്ന ഒരു വനിത ആ പാർട്ടിയിലെ മുതിർന്ന നേതാവിനെതിരെ തന്നെ കൈപൊക്കി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പരാതിപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായി. അവസാനം മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസിൽ കെജ്രിവാളിന് പങ്കുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ജയിൽ മോചിതനായി തിരികെ വന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ കെജ്രിവാളിൻ്റെയും ആം ആദ്മിയുടെയും കാല് ഇടറിപ്പോയി. BJP അവിടെയുള്ള പാർലമെൻറ്റ് സീറ്റുകൾ മുഴുവൻ കൈക്കലാക്കി. അങ്ങനെ അവരൊരു മാനസികമായി ശക്തി പ്രാപിച്ചു വന്ന ഒരു സന്ദർഭം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അങ്ങനെ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ പ്രചാരണങ്ങൾ നടക്കുന്നു. കൊടുമ്പിരി കൊണ്ട പ്രചാരണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി സ്വതന്ത്രമായി തന്നെ അവർ തനിച്ച് അവിടുത്തെ 70 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ മത്സരിക്കുകയും ഏതാണ്ട് 17ഓളം സീറ്റുകളിൽ BJPയേക്കാൾ കൂടുതൽ വോട്ടുകൾ അവർ നേടുകയും ത്രികോണ മത്സരത്തിൽ അതിൻ്റെ ഫലമായി തന്നെ അത് BJPക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്തു. ഇത് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ അമ്മയായ ഇപ്പോഴത്തെ സോണിയാഗാന്ധിയും മകനായ രാഹുൽ ഗാന്ധിയും
മകളായ പ്രിയങ്ക ഗാന്ധിയുമാണ് അവിടെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ചത്. ആ സോണിയാഗാന്ധി അവിടുത്തെ സ്ത്രീകളുടെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും നാരി ശക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വലിയ ആം ആദ്മി വിരുദ്ധ തരംഗം അവിടെ സൃഷ്ടിക്കാൻ കോൺഗ്രസ് കൂടി കെജ്രിവാളിൻ്റെ AAPയെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ സോണിയാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും കൂടെ ശബ്ദം അദ്ദേഹത്തിനെതിരായപ്പോൾ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ കാലിൻ്റെ അടിയിലെ മണൽ ഒഴുകിപ്പോകാൻ തുടങ്ങി. ഇതാണ് സത്യം. അങ്ങനെ രാജാവിൻ്റെ ശിരസ് വെട്ടി ഒരു തളികയിൽ കൊണ്ടുകൊടുത്ത് സമ്മാനം ചോദിച്ച ഗലീലിയയിലെ ഒരു സ്ത്രീയുടെ അവസ്ഥയിൽ ജനാധിപത്യത്തിൻ്റെ തല കശാപ്പു ചെയ്ത് കോൺഗ്രസ് BJPയുടെ സോപാനത്തിൽ സിംഹാസനത്തിൻ്റെ താഴെ വെള്ളി പാത്രത്തിൽ ജനാധിപത്യത്തിൻ്റെ തല മുറിച്ച് BJPക്ക് കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. ആ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പ്രാബല്യമുള്ള സ്വാധീനമുള്ള കക്ഷി കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണല്ലോ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കക്ഷി. അവരാണല്ലോ അവർക്കാവശ്യമുള്ളപ്പോഴൊക്കെ 2/3 ഭൂരിപക്ഷം കിട്ടുകയും ഭരണഘടന ഭേദഗതി ചെയ്യുകയും 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും പിന്നെ ഇന്ദിരാഗാന്ധി സിഖ് ഭീകരന്മാരാൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ എല്ലാം ഭാഗമായി ദില്ലിയിൽ സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി കോൺഗ്രസ്സുകാർ ആ കൊലപാതകങ്ങളിൽ പ്രതികളായി തീരുകയും അജയ് മാക്കനൊക്കെ എത്രയോ വർഷമാണ് ജയിലിൽ കിടന്നത്. ആ ഒരു ചരിത്രം അവിടെയുണ്ട്. അതാണ് പിന്നീട് BJP അവിടെ അധികാരത്തിലെത്തുന്നതിന് കാരണമായി തീർന്നത്. ഏതായാലും ശരി, ഇപ്പോൾ ജനാധിപത്യത്തിൽ മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഛായ പേറിയിരുന്ന ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ശിഥിലമാക്കുവാൻ കോൺഗ്രസിൻ്റെ ഈ തിന്മ നിറഞ്ഞ സ്വാർത്ഥപരമായ ഈ പെരുമാറ്റം കാരണമായി തീർന്നു. ഇതൊരിക്കലും ഒരു മുന്നണി രാഷ്ട്രീയത്തിന് ചേരുന്ന സംസ്കാരമല്ല. എവിടെ തങ്ങൾ പ്രബലരാണോ അവിടെ ചെറിയ ചെറിയ കക്ഷികളെയെല്ലാം തലവെട്ടി അങ്കുലിമാലിനെ പോലെ അതിൻ്റെ വിരൽ എടുത്ത് കഴുത്തിലണിഞ്ഞ് നടക്കുന്ന ആ രാക്ഷസീയ രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തെ BJPയുടെ ഹിംസാത്മക ഹിന്ദുത്വ ഭരണ വ്യവസ്ഥയുടെ അച്ചാണിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും സോഷ്യലിസത്തെയും സാഹോദര്യത്തെയും സഹിഷ്ണുതയെയും സംരക്ഷിക്കുവാൻ സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് ഇനിയെങ്കിലും വിവേകമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, അഹന്തയുടെ, സ്വാർത്ഥതയുടെ ഭാഷ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉപേക്ഷിക്കണം. വൃദ്ധയായ സോണിയാഗാന്ധി ഈ മക്കൾക്ക് രണ്ടുപേർക്കും നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം, നല്ല നയങ്ങൾ പറഞ്ഞു കൊടുക്കണം, വളരുന്നതിനാവശ്യമായിട്ടുള്ള വിനീത സ്വഭാവം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ നന്നാവുകയുള്ളൂ. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ കക്ഷികൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിനെതിരെ അതിശക്തമായ പടവാളുകൾ ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും BJPക്ക് സുഖമായി ഭരിക്കാനുള്ള അവസരം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിടിച്ചു വാങ്ങി അത് BJPയുടെ മോഡി ഭരണത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയുടെയും ഹിംസയുടെയും ഭരണഘടനാ വിരുദ്ധതയുടെയും പ്രതീകമായിട്ടുള്ള BJPയുടെ സംഘപരിവാരത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് അടിയറ വെച്ചതിൻ്റെ
പാപഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര കണ്ണീരൊഴുക്കി ഈ ഭൂമി നനച്ചാലും കോൺഗ്രസ്സിന് മാപ്പ് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാപ്പ് ലഭിക്കണമെങ്കിൽ അവർ അവരുടെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കേണ്ടതായിട്ടുണ്ട്.